എല്ലാവർക്കും ട്യൂഷൻ അക്കാദമിക് സ്റ്റൈൽ എന്ന PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു PQ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. 2022 മുതൽ 2025 വരെയുള്ള PYQs കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് PQ ചാലഞ്ച് ഡേ 1 ആണ് കേട്ടോ. ഇത് 2022 ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാൻസി സെഡ് ഐ മേ ലീവ് ടുമാറോ. ഇത് റിപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ. റിപ്പോർട്ട് ചെയ്യുമ്പം എന്താ ആൻസർ ആയിട്ട് വരിക? നാൻസി സെഡ് ദാറ്റ് ഷീ മൈറ്റ് ലീവ് ദ നെക്സ്റ്റ് ഡേ എന്ന് വരും അല്ലേ. ഐ എന്നുള്ളത് എന്താവും? ഐ എന്നുള്ളത് ഷീ ആവും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഐ എന്നുള്ളത് ഷീ ആവും. മേ എന്നുള്ളത് എന്താവും? മൈറ്റ് ആവും. മേ എന്നുള്ളത് മൈറ്റ് ആവും. ടുമാറോ എന്നുള്ളത് എന്താവും? ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. ഓക്കെ, ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹീ ഈസ് പൊളൈറ്റ് ടു എവ്രി വൺ. റിവറൈറ്റ് ദ സെൻറ്റൻസ് ആസ് എ നെഗറ്റീവ് സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് മീനിങ്. അപ്പോൾ മീനിങ് ചേഞ്ച് ആവാതെ ഇത് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പൊളൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താടാ? പൊളൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പൊളൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇംപൊളൈറ്റ് ആണ്. ഇംപൊളൈറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതിലിപ്പോൾ ഹീസ് പൊളൈറ്റ് ടു എവ്രി വൺ, അവൻ എല്ലാവരോടും വിനയമുള്ളവനാണെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് നെഗറ്റീവ് ആക്കുമ്പോൾ നെവർ ഇംപൊളൈറ്റ് ടു എനി വൺ. ഓക്കെ, നെവർ ഇംപൊളൈറ്റ് ടു എനി വൺ, അവൻ ആരോടും വിനയമില്ലാതെ പെരുമാറില്ല എന്നർത്ഥം വരും. അപ്പോൾ അർത്ഥം മാറാതെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെവർ പ്ലസ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പം എന്താണ് ആൻസർ വരിക? ഹീസ് നെവർ ഇംപൊളൈറ്റ് ടു എനി വൺ ആണ് വരിക ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് വാസ് ദ ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് മംഗൂസ് ആണ് കേട്ടോ. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ റൈറ്റ് വേർഡ് ആണ്. അപ്പം നമുക്ക് ആൻസർ എന്താ വരിക? ഇവിടെ ദാ വന്നതുകൊണ്ട് വോസ്റ്റ് ആണല്ലോ ആൻസർ വരിക. ദാ വന്നതുകൊണ്ട് വോസ്റ്റ് ആണ്. എന്താണ്? സൂപ്പർലെറ്റീവ് ഡിഗ്രീൻ്റെ കൂടെ എന്താണ് വരിക? വോസ്റ്റ് ആണ് വരിക. അപ്പോൾ നമുക്ക് നോക്കാം. ബാഡിൻ്റെ 3 രൂപങ്ങൾ നോക്കാം കേട്ടോ. ബാഡ് എന്താണ്? പോസിറ്റീവ് ആണല്ലേ. പോസിറ്റീവ്. വോസ് എന്താണ്? വോസ് കമ്പാരിറ്റീവ് ആണ്. കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, വോസ്റ്റ് ആണ് സൂപ്പർലെറ്റീവ് ഡിഗ്രി. സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? വോസ്റ്റ് സൂപ്പർലെറ്റീവ് ഡിഗ്രിയുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ ഈ വോസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? യു ആർ ആൻ ഇന്ത്യൻ. ഓക്കെ, യു ആർ ആൻ ഇന്ത്യൻ എന്നുള്ളത് ഒരു പോസിറ്റീവ് വാക്യമാണല്ലേ. അപ്പം നമുക്ക് ടാഗ് വരുമ്പോൾ എന്ത് വരടാ? നെഗറ്റീവ് ടാഗ് വരും. ഓക്കെ, ടാഗ് വരുമ്പോൾ എന്താ വരിക? നെഗറ്റീവ് ടാഗ് വരും. അപ്പോൾ യു ആർ ആൻ ഇന്ത്യൻ എന്നുള്ളത് നെഗറ്റീവ് ആക്കുമ്പോൾ എന്താണ്? ഇതിൻ്റെ ഓക്സിലറി വെർബ് എടുത്തിട്ട് ആർ എടുക്കുക. ആറിനോട് നോട്ട് കൊടുക്കട്ടെ. നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോട്ട് കൊടുക്കുക. എന്നിട്ട് സബ്ജക്റ്റിനെ ഫോളോ ചെയ്യുക. സബ്ജക്റ്റ് യു. ഓക്കെ, R × U എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസ് ആൻഡ് കംപ്ലീറ്റ്. ഹാർഡ് ഐ എൻറ്റേർഡ് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ ലെഫ്റ്റ് ആണ് കേട്ടോ. ദ ട്രെയിൻ ലെഫ്റ്റ്. അപ്പോൾ ഹാർഡ്ലി സ്കേഴ്സിലേക്ക് വരുമ്പം അതിനെ ഫോളോ ചെയ്ത് വരുന്നത് എന്താണ്? ദാൻ ആയിരിക്കും. ഓക്കെ, ദാൻ ആണ്. ഹാർഡ്ലി സ്കേഴ്സിലിനെ ഫോളോ ചെയ്തിട്ട് വരുന്നത് ദാൻ ആണ്. ഓക്കെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഹാർഡ്ലി സ്കേഴ്സിലിൻ്റെ കൂടെ ഫോളോ ചെയ്ത് വരിക ദാനും, നോ സൂണറിനെ ഫോളോ ചെയ്ത് വരിക ഹാർഡ്ലി സ്കേഴ്സിലിനെ ഫോളോ ചെയ്ത് വരിക വെൻ ആണ് കേട്ടോ. വെൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വെൻ. ഓക്കെ, ഹാർഡ്ലി സ്കേഴ്സിലിനെ വെന്നും, നോ സൂണറിനെ ദാനും ആണ് വരിക കേട്ടോ. നോ സൂണറിനെ ദാനാണ് ഫോളോ ചെയ്തിട്ട് വരിക. ഹാർഡ്ലി സ്കേഴ്സിലി എന്നുള്ളതിന് ഹാർഡ്ലി സ്കേഴ്സിലിനെ ഫോളോ ചെയ്തിട്ട് വരിക വെൻ.
ഓക്കെ, സ്കേഴ്സിലി. അടുത്തത് ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നോ സൂണറിനെ ഫോളോ ചെയ്ത് വരുന്നത് എന്താണ്? ദാൻ. ഇത് മറക്കരുത്. ഈ ക്ലാസ്സോട് കൂടി തന്നെ ക്ലാസ് പഠിപ്പിക്കുന്നതൊക്കെ ഇപ്പം തന്നെ പഠിച്ചു പോകാം, പിന്നെ മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ എന്നാണ്. ബിഗിൻ ദ സെൻറ്റൻസ് സ്റ്റാർട്ടിങ് വിത്ത് സീസർ ആണ്. ഓക്കെ, ഇത് പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാം? ഫസ്റ്റ് സീസർ വെച്ചിട്ട് ബെഗിൻ ചെയ്യാം. അപ്പം സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ് ആണ് കേട്ടോ വരിക. ആൻസർ സീസർ വാസ്. സീസർ എന്താണ്? സിംഗുലർ ആണ്. അപ്പം ഫോളോ ചെയ്ത് വരുന്നത് വാസ് ആയിരിക്കും. സ്റ്റാബ്ഡ് V3 ഫോമാണല്ലേ, വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. അതുകൊണ്ട് V3 ഫോമാണ്. അതുകൊണ്ട് വാസ് ആണ് വരിക. വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ് ആണ് വരിക കേട്ടോ, ബ്രൂട്ടസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഗെയിം ഈസ് ഗുഡ് ഐ ഡാഷ് പ്ലേ ഇറ്റ് ആണ് കേട്ടോ. ഇഫ് ദ ഗെയിം ഈസ് ഗുഡ് ഐ ഡാഷ് പ്ലേ ഇറ്റ് വരുമ്പം വില്ലാണ് വരിക. വില്ല്. ഓക്കെ, ഇവിടെ എന്താണ്? ഫസ്റ്റ് കണ്ടീഷണൽ വാക്യമാണല്ലോ വന്നിട്ടുള്ളത്. അപ്പം അതിന് ഫോളോ ചെയ്ത് വരുന്നത് ഏതാണ്? വില്ലായിരിക്കും. അപ്പോൾ ആൻസർ വില്ലാണ്. ഗെയിം ഫസ്റ്റ് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ഫോളോ ചെയ്തിട്ട് വരും. വില്ല് ഫോളോ ചെയ്തിട്ട് വരും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ചിൽഡ്രൻ വിൽ ലേൺ ഡാഷ് ഫ്രം ദ മിസ്റ്റേക്ക് ആണ് അടുത്ത ക്വസ്റ്റ്യന്. അപ്പോൾ എന്താണ് ഉത്തരം വരുന്നത്? അപ്പാരൻ്റ്ലി ആണ് കേട്ടോ. അപ്പാരൻ്റ്ലി. ഓക്കെ, അപ്പാരൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷത്തിൽ, വ്യക്തമായി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വരുന്നത്. വ്യക്തമായി. അപ്പോൾ അവർ വ്യക്തമായിട്ടും പഠിക്കുന്ന കുട്ടികൾ വ്യക്തമായും പഠിക്കുന്നത് അവരുടെ തെറ്റിൽ നിന്നാണെന്നാണ് കേട്ടോ. ഒരു അപ്പാരൻ്റ്ലിയാണ് ആൻസർ. ഇനി അടുത്തത് ദ എയ്റോപ്ലെയിൻ ഡാഷ് അറ്റ് ദ റൈറ്റ് ടൈം ഫിൽ അപ്പ് ചൂസിങ് ദ റൈറ്റ് ഓപ്ഷൻ. ഇതിലെന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ടുക്ക് ഓഫ് ആണ് കേട്ടോ. ടുക്ക് ഓഫ്. അപ്പം വിമാനം നിലത്ത് നിന്ന് ഉയരുന്നതിന് ടേക്ക് ഓഫ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭൂതകാല രൂപമാണ് ടുക്ക് ഓഫ്. ശരിയായ സമയത്ത് വിമാനം പറന്നുയർന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ടേക്ക് ഓഫിൻ്റെ ഭൂതകാല രൂപമാണ് ടുക്ക് ഓഫ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കാറ്റ് ഡാഷ് ദ മൈസ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക് ചൂസിങ് ദ റൈറ്റ് വേർഡ്. ഇതെന്താണ്? ഒരു ജനറൽ ട്രൂത്ത് ആണല്ലേ, പൊതുവായിട്ടുള്ളൊരു സത്യമാണ്. എന്ത്? ക്യാച്ച് എലിയെ തിന്നുന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യുക. സിമ്പിൾ പ്രസൻ്റ് എന്ന് പറയുമ്പം ഈ ക്യാച്ച് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഈറ്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുക കേട്ടോ. ഈറ്റ്സ്. അപ്പോൾ ദ ക്യാറ്റ് ഈറ്റ്സ് ദ മൈസ് ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എത്രയും പെട്ടെന്ന് കവർ ചെയ്ത് പോവും. PYQs കവർ ചെയ്ത് പോവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് മുന്നേറാം. പെട്ടെന്ന് തന്നെ എല്ലാം കവർ ചെയ്ത് പോവാം. ഓക്കെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കിട്ടുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ.